നമ്മൾ ഫസ്റ്റ് ടൈം അവർക്ക് ക്ലാസ് എടുക്കും. അത് ഓണം എക്സാം ഫസ്റ്റ് ടൈം എക്സാം ആകുമ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യും. ക്രിസ്മസ് എക്സാം ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യും. പബ്ലിക് എക്സാം ഒന്നുകൂടെ അവർക്ക് റിവൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ ഒരു വർഷം നമ്മൾ 4, 5, 6 തവണകളൊക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. വളരെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു വരുന്നൊരു ജനറേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതായത് അങ്ങനത്തെ ഒരു ജനറേഷനാണ്. അപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ വളരെ കുറവുള്ളൊരു ജനറേഷനെ ഈ പറഞ്ഞതുപോലെ സൂമിലൊക്കെ ആണെങ്കിൽ നേരിട്ട് വീഡിയോ ഒക്കെ ഓണാക്കിയെങ്കിലും പഠിപ്പിക്കാം. പക്ഷേ യൂട്യൂബിലാവുമ്പോൾ ചിലപ്പോൾ പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോസ് ആവാം, അല്ലെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കും. അപ്പം ഈ അറ്റൻഷൻ സ്പാൻ കുറവുള്ള ആൾക്കാരെ പിടിച്ചിരുത്താൻ സർ ചെയ്യുന്നത് എന്താണ്? അതെ, ഒന്നാമത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ചെറിയൊരു വിളിപ്പേരുണ്ട്, ഗ്ലൂക്കോസ് പൊടി എന്നുള്ളത്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 മണിക്കൂർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ 4ാമത്തെ മണിക്കൂറിലും ആ സ്റ്റാർട്ടിങ്ങിലുള്ള അതേ എനർജിയിൽ ഞാൻ നിൽക്കും. ഞാൻ പറഞ്ഞ സമയത്തുള്ളിൽ ക്ലാസ് അവസാനിപ്പിക്കാറില്ല. കാരണം ഞാൻ അതിലങ്ങോട്ട് മുഴുകിപ്പോകും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ എനർജിയിൽ അവരെ പിടിച്ച് നിർത്തും. ഫസ്റ്റ് റീസൺ. പിന്നെ നമ്മുടെ ലക്ഷ്യം സ്കൂൾ പ്ലസിലേക്ക് വരുന്ന സമയത്ത് അവരെ എൻഗേജ് ചെയ്ത് നിൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അതായത് അവർക്ക് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഓരോ +1 ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും +2 ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴും അവർക്ക് നമ്മളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അവർ ആഡഡ് ആകും. അപ്പോൾ അതിനകത്തേക്ക് നമ്മളുടെ സ്ട്രക്ചേർഡ് നോട്ട്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ അവർക്ക് നമ്മൾ കൊടുക്കും. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ അവർ അറ്റൻഡ് ചെയ്യും. അതുപോലെ തന്നെ പോൾ ക്വസ്റ്റ്യൻസുകൾ അവർക്ക് കൊടുക്കും, മെൻറ്റർഷിപ്പുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അതും കംപ്ലീറ്റ്ലി ഫ്രീ എന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ ആരും കൊടുക്കുന്നില്ല, അങ്ങനെ ആരും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ നോട്ട്സുകൾ റെഫർ ചെയ്താൽ മനസ്സിലാവും. നമ്മൾ ഡേ ബൈ ഡേ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പം ഒരു ടോപ്പിക്ക് നമ്മൾ ഒരു ഇയറിൽ പല ടൈമിൽ എടുക്കേണ്ടി വരും. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം അവർക്ക് ക്ലാസ് എടുക്കും. അത് ഓണം എക്സാം ഫസ്റ്റ് ടൈം എക്സാം ആകുമ്പോൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യും. ക്രിസ്മസ് എക്സാം ആകുമ്പോൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യും. പബ്ലിക് എക്സാം ഒന്നുകൂടെ അവർക്ക് റിവൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ടോപ്പിക്ക് തന്നെ ഒരു വർഷം നമ്മൾ 4, 5, 6 തവണകളൊക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കും. അപ്പോൾ ഓരോ തവണ സെയിം ടോപ്പിക്കാണെങ്കിലും നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ നോട്ടിനേക്കാളും എന്തെങ്കിലും സംതിങ് ബെറ്റർ അവർക്ക് അട്രാക്റ്റീവായിട്ട് ചെയ്യുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ കണ്ടാൽ അവർക്ക് ഇത് മനസ്സിലാവണം. പല ചാർട്ട് രൂപത്തിലായിട്ട് പല പിക്ചേഴ്സുകൾ ആഡ് ചെയ്തുകൊണ്ട് നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമിൽ നോട്ട്സുകൾ പ്രൊവൈഡ് ചെയ്ത് അവർക്കത് നമ്മൾ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ട് കൊടുക്കും ക്ലാസ് കഴിയുമ്പം. അപ്പോൾ അവർക്കത് കിട്ടുകയും ചെയ്യും ക്ലാസ്സുകൾ. അപ്പോൾ നമ്മുടെ ആ ഒരു എനർജിയും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു അവരെ എൻഗേജ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സും ഈ നോട്ട്സുകളും ആകുമ്പം അവർക്ക് മടുക്കത്തില്ല. അവർക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ആ ഒരു മെൻറ്റാലിറ്റിയും കൊടുക്കും. അതേപോലെ തന്നെ അവരെ നമ്മൾ കോൾ ചെയ്ത് ചോദിക്കാറുണ്ട്, എന്തെങ്കിലും നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് നോട്ട്സുകൾ കിട്ടുന്നുണ്ടോ, വേറെ എന്തെങ്കിലും എക്സ്ട്രാ അവരോട് നമ്മൾ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ചോദിക്കും, എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ. അതിനനുസരിച്ച് നമ്മളിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കും.